ഒരു നാടിനെയാകെ ഓണം മൂട്ടിച്ചിരുന്ന നാട്, മാവേലിയെ പോലും ഓണം മൂട്ടിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്ന നാട്, 365 ദിവസവും കൃഷി ഉണ്ടായിരുന്ന നാട്. ആ കാർഷിക പാരമ്പര്യമുള്ള നാടിൻ്റെ പേരാണ് ഓണാട്ടുകര. പേരിൽ തന്നെ ഓണമുണ്ട്. മാവേലിയുടെ കരയെന്നറിയപ്പെട്ടിരുന്ന മാവേലിക്കരയാണ് തലസ്ഥാനം. ഓണാട്ടുകരയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കലകൾക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശമാണ്. കലയുടെ ഈ സംഗീതത്തിൻ്റെ കഥാപ്രസംഗം, കഥകളി നടന്മാർ, ഇപ്പോൾ ഹരിപ്പാട്ട് രാമകൃഷ്ണപിള്ള, ചെന്നിത്തല ചെലപ്പമ്പിള്ള എല്ലാം ഞങ്ങളുടെ നാട്ടുകാരാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ തേരോട്ടം അതായത് വളരെ പ്രസിദ്ധമാണ്. അപ്പം അങ്ങനെ ഒരുപാട് കലയുമായി അടുത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക സംസ്കാരം നിലനിർത്തുന്നവരാണ് ഓണാട്ടുകാർ. ഓണാട്ടുകാരെ ജയിച്ചതും എൻ്റെ ഒരു ഭാഗ്യമാണ്. ഉറുമ്പിന് പോലും ഓണം കൊടുക്കുന്ന, അല്ലെങ്കിൽ പല്ലിക്ക് ഓണം കൊടുക്കുന്നത്, കന്നുകാലികൾക്ക്, പശുവിന് ഓണം കൊടുക്കുന്ന ഒരു സംസ്കൃതി. മനുഷ്യർ കഴിക്കുന്നതിന് മുമ്പേ, ഓണസദ്യ നമ്മൾ വീട്ടുകാരുണ്ണുന്നതിന് മുമ്പേ ഇവർക്ക് 3 പേർക്കും പല പല കളികളും ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി തുടർച്ചയായി 3 മാസം ഓണം ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ഈ നാടിന്. കർക്കിടക മാസത്തിലെ തിരുവോണനാളിൽ തുടങ്ങി കന്നിമാസത്തിലെ തിരുവോണനാളിൽ അവസാനിക്കുന്നതാണ് ഈ നാട്ടിലെ ഓണാഘോഷങ്ങൾ.